നമസ്തേ ഫ്രണ്ട്സ്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏറ്റവും അധികം പ്രിയപ്പെട്ട ഏതാണ് ടൂർ എന്ന്. ലെറ്റ് മീ ബി വെരി ഫ്രാങ്ക് വിത്ത് യു. ഇന്റർനാഷണൽ ടൂറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ജപ്പാൻ ടൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഏത് ടൂറുള്ളൂ. നമ്മുടെ ടൂർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിന്റെ പ്രൈസ് അല്ല, ടൂർ പ്രൈസ് മാത്രമല്ലാതെ ടൂറിന്റെ അനുഭവങ്ങൾ, ടൂറിന്റെ ഡിസിപ്ലിൻ, അവിടുത്തെ ആൾക്കാരുടെ സാംസ്കാരിക രീതികൾ, അതുപോലെ അവരുടെ വർക്ക് ചെയ്യുന്ന രീതികൾ, അവരുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള അവരുടെ നടപ്പും കാര്യങ്ങളൊക്കെ, അങ്ങനെ പല രീതിയിലുള്ള ഒരു ഇതാണ് നമ്മുടെ ടൂർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് നമ്മളൊരു സ്ഥലങ്ങൾ പോയി കാണുന്ന വെച്ചാൽ ലൈക്ക് യൂറോപ്പ് ആൻഡ് അമേരിക്ക. യു സോ ദ ഡിസ്നി വേൾഡ്, യു സോ ഡിസ്നി ലാൻഡ്, യു സോ ദ ഐഫൽ ടവർ, യു സോ പിസായിലെ ജലജഗോപുരം, യു സോ ദ വത്തിക്കാൻ മ്യൂസിയം. ഇവിടെ ഒന്നും നമ്മള് ആൾക്കാരുമായിട്ട് യാതൊരു പരിചയവും കാണില്ല. വെറും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മഹാസൗധങ്ങളുമായിട്ട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. നമ്മൾ അത് കാണുന്നു വരുന്നു. പക്ഷെ വെൻ യു സേ ജപ്പാൻ, നമ്മളടുത്ത ആൾക്കാരുമായിട്ട്, അവിടുത്തെ ഭൂപ്രകൃതിയുമായിട്ട്, അവിടുത്തെ മലകളും അവിടുത്തെ നദികളും അവിടുത്തെ പുഴകളും കുന്നുകളും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത്, അവിടുത്തെ അമ്പലങ്ങളൊക്കെ ആയിട്ട് മിക്സ് ചെയ്താണ് സംസാരിക്കുന്നത്. അവിടെയുള്ള സത്യം പറഞ്ഞാൽ അവിടെ ഇന്ന് ഉള്ള ബുദ്ധമതാണ്. അത് ബുദ്ധം എവിടുന്നാണ് പോയത്? ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവർ ഇന്ത്യയെ അധിഷ്ഠിച്ചാണ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് യോഗാഭ്യാസം. പലരും ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഉത്തരം, പെൺകുട്ടിയാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുഖമുണ്ട്, അവർക്ക് ഫേസ് ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര നല്ല ഭംഗിയോടെ ഫേസ് വെക്കുന്നത്? വളരെ സോഫ്റ്റ് ആണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞ കാര്യം, ഞങ്ങൾ യോഗ ചെയ്തു എന്നാണ്. ഐ വാസ് സോ സർപ്രൈസ്ഡ്. The kids are only some 24, 28, 30, 35 yearsന്റെ ഹോട്ടലുകളിലുള്ള പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആൺകുട്ടികൾ, അതായത് ഒരു 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവർ രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് യോഗാഭ്യാസം ചെയ്യുന്നുവെന്ന്. അതുപോലെ എന്തെങ്കിലും ഒരു ആർട്സായിട്ട് അവർക്ക് ബന്ധമുണ്ടാവുന്നത്. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ്, പഠിക്കും. അവർ പഠിക്കാനുള്ളതിന്റെ പറയുകയാണ് ഇപ്പോൾ അവർ പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ചും നമ്മുടെ മാനസികാവസ്ഥയെക്കുറിച്ചും വളരെയധികം ബോധമുള്ളവരായിരിക്കണം നമ്മുടെ ഇനി വരുന്ന കുട്ടികൾ. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും എല്ലാ കുട്ടികളുടെ സ്റ്റാഫിനോടും പറയും, ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്, ഡു സം എക്സസൈസ്, ഡു സം യോഗ, പ്രേ. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ചില നിഷ്ഠകളാണ്. ജപ്പാൻ നോക്കിയേ, അവർ ആഹാരം കഴിക്കുമ്പോൾ ചെരുപ്പിട്ട് ആഹാരം കഴിക്കില്ല, ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് മാത്രമേ ആഹാരം കഴിക്കുള്ളൂ. ജാപ്പനീസ് റെസ്റ്റോറന്റ് എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവിടെ മലകളും കുന്നുകളും പുഴകളും എല്ലാം ദേവി ദേവന്മാരാണ്. ഒട്ടുമുക്കാലും പർവ്വതങ്ങൾക്കും ദേവതമാരുടെ പേരാണ്. അവരതിനെ വർഷിപ്പ് ചെയ്യുന്നു. നമ്മളെപ്പോലെ പ്ലാസ്റ്റിക്കും അതും വലിച്ചെറിയുന്നില്ല. ഈ ഒരു പ്രാർത്ഥനാ മനോഭാവം നമ്മുടെ ഹിന്ദു മതത്തിൽ ഉണ്ടായിരുന്നായിരുന്നു. ആ ഒരു പ്രാർത്ഥനാ മനോഭാവം നമുക്ക് വന്നാൽ തന്നെ നമ്മൾ ഒരിക്കലും അവിടെ വൃത്തികേടാക്കില്ല. അത് മാത്രമല്ല, കുട്ടികളിൽ ഒരു ബോധമുണ്ടാവും, നമ്മളെ കവിഞ്ഞ് വേറൊരു നമുക്ക് ദൃശ്യമല്ലാത്ത ഒരു വലിയൊരു ശക്തി ഉണ്ട്. ആ ശക്തിയെ നമ്മൾ പ്രകീർത്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ പ്രശംസിച്ചാൽ മാത്രം പോരാ, നമ്മൾ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വെക്കണമെങ്കിൽ ഒരിക്കലും അത് മലിനമാക്കരുത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴികളും അതുപോലെ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും, റെസ്റ്റോറന്റ് ആവട്ടെ, ഒന്നും അവർ മലിനമാക്കാതെ, പുഴകളും നദികളും കാടുകളും ഒന്നും മലിനമാക്കാതെ പ്ലാസ്റ്റിക് വലിച്ചെറിയത് വളരെ നന്നായി നോക്കുന്നു. പിന്നെ അവിടുത്തെ മനുഷ്യരുടെ സ്വഭാവ രീതി, നമ്മളിപ്പോൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലായില്ല, ആ സ്ഥലം എവിടേക്കാണ് പോകേണ്ടത് നമുക്ക് മനസ്സിലായില്ല, നമുക്ക് വഴി തെറ്റിപ്പോയി. നമ്മൾ ഈ അഡ്രസ്സ് കൊണ്ട് ഏതെങ്കിലും ഒരു ജാപ്പനീസിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണെങ്കിൽ അവനധികം ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല. അവനെന്താ ചെയ്യുക, ഉടനെ AI-യുടെ ട്രാൻസ്ലേറ്റിംഗ് ഉപകരണം ഉപയോഗിച്ച് ഒരു മൊബൈലിൽ ആദ്യം തന്നെ ഇതുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, അവരുടെ ജാപ്പനീസ് ലാംഗ്വേജിലേക്ക് ആക്കിയിട്ട് അവര് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത് കറക്റ്റായിട്ട് വഴി പറഞ്ഞു തരികയോ, അല്ലെങ്കിൽ അടുത്താണ് നമ്മൾ അവരെ നമ്മളെയും കൊണ്ട് അവിടേക്ക് കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തന്നിട്ട് ഒരു പ്രദർശനം സ്വയം അവർ വെച്ചിട്ട് അവർ കുനിഞ്ഞ് നമുക്ക് വേണ്ടി ഒന്ന് വണക്കം ചെയ്തിട്ടാണ് പോകുന്നത്. ഇങ്ങനെയുള്ള കൾച്ചർ എവിടെയാ ഉള്ളത്? ഞാനൊരു 23 വയസ്സെങ്ങാണ്ടായപ്പോഴാണ് ആദ്യം ഞാൻ ജപ്പാനിലേക്ക് പോയത്. ആ ജപ്പാൻ പോയപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഭവമാണ്. ആര് തന്നെ എന്ത് ചോദിച്ചാലും, ആര് തന്നെ ആദ്യം കാണുമ്പോഴും, ക്ലയൻസ് ആവട്ടെ സാധാരണ ആൾക്കാരാ, അത് എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുക. അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും. അതൊരു ശീലമായി ഏകദേശം ഒരു 40ഓളം വർഷങ്ങളായിട്ട് ഞാനിത് ചെയ്തുകൊണ്ട് പോരുന്ന ഒരാളാണ്. അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ജപ്പാൻ വളരെ ഇഷ്ടം എന്ന് പറയുന്നത്. ഇതുകൂടാതെ കണ്ട് ജപ്പാനിലെ ഫുഡ്, അവിടെ ഒരു ഹോട്ട് പോട്ട് ഉണ്ട്.
ഹോട്ട് പോട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ഒരു മൺചട്ടിയാണ്. ആ മൺചട്ടിയിൽ എപ്പോഴും തീ ഇങ്ങനെ താഴെ വാക്സിൻ്റെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കണം. ആൻഡ് അതിൽ അവർ എല്ലാ സാധനങ്ങളും ഇടും, അതുകൊണ്ട് കുറച്ച് ഹെർബിലിടും. വേണ്ടാത്ത ഒരു പൊടികളും അതിലില്ല. അതിൽ ഉള്ളി ഇല തൊട്ട് മഞ്ഞൾ, അതുപോലെ മുളക്, പച്ചമുളക്, എല്ലാ കുഞ്ഞുമക്കളും, പിന്നെ അതുപോലെ എല്ലാ സാധനങ്ങളും, എല്ലാ ഹെർബ്സും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറികൾ, അതിന് കൂടെ മുട്ട, അല്ലെങ്കിൽ മഷ്റൂം ഓർ സം മീറ്റ് ഐറ്റംസ്, അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഹോട്ട് പോട്ട്. അതൊന്ന് കഴിച്ചാൽ തന്നെ നമ്മൾ വയറ് ഫുള്ളായി. പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്ത, അന്നേക്ക് വേറെ ആഹാരം അതായിട്ട് വേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ജപ്പാൻ. ഇന്നത്തേക്ക് ഇത് മതി. ഞാൻ ബാക്കി നാളെ വരെ പറയാം.